ഇത്രയാണ് ഫോട്ടോഷോപ്പിൻ്റെ ബേസിക് ആയിട്ട് പറയുന്ന ഒരു ഇൻ്റർഫേസിൻ്റെ കാര്യം. ഓക്കെ, പുതിയ ഡോക്യുമെൻ്റ് എടുക്കുന്നത് എങ്ങനെ നോക്കി. ഇനി അടുത്തത് നമ്മൾ ഒരു പ്രാക്ടീസ് നോക്കുകയാണ്. ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. പ്രാക്ടീസ് എന്തിനു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ടൂൾസ്, ഫസ്റ്റ് ടൂൾസായ മൂവ് ടൂൾ എന്താണ് എന്നുള്ളതും, അതുകൂടാതെ ലെയർ പാനൽ പറഞ്ഞൊരു പാനൽ ഉണ്ട് ഇതിൽ. നമ്മൾ ഫോട്ടോഷോപ്പിൽ എല്ലാ പാനലിനെക്കാളും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാനലാണ് ലെയർ പാനൽ. ഇപ്പോൾ ലെയർ പാനലിൽ ഓരോ ഡോക്യുമെൻറ്റും നമ്മൾ ആഡ് ചെയ്യുമ്പോഴും പുതിയ പുതിയ ലെയറുകൾ ആഡ് ചെയ്യും. അപ്പോൾ അതിനെങ്ങനെ സെലക്ട് ചെയ്യണം, എങ്ങനെ മൂവ് ചെയ്യണമെന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ചെസ് ബോർഡിൻ്റെ ഒരു പ്രാക്ടീസ്. അതിന് മുമ്പ് ലെയറിൽ ഞാൻ കാണിച്ചു തരാം. അതിന് പുതിയൊരു ഡോക്യുമെൻ്റ് ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എടുത്ത പോലെ തന്നെ ഒരു A4ൻ്റെ ഡോക്യുമെൻ്റ് എടുത്തു. A4 ഓക്കെ കൊടുത്തു. ലെയർ പാനൽ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ് ആ A4ൻ്റെ സൈസിൽ ഏകദേശം ആ പ്രൊപ്പോർഷൻ ഒരു ബോക്സും ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് നെതിണ്ട്, ലോക്കുമാണ്. ഒറ്റ ലെയറേ ഉള്ളൂ. ഞാനൊരു ഇമേജ് ഓപ്പൺ ചെയ്യാണ്. ഇമേജ് ഓപ്പൺ ചെയ്യണമെന്ന് പറയുന്നത് ഫയലിൽ പോയിട്ട് ഓപ്പൺ കൊടുത്ത് നമുക്ക് സെർച്ച് ചെയ്യാം. നേരെ മറിച്ച് കമ്പ്യൂട്ടറിൽ തന്നെ നമുക്കൊരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ ആ ഇമേജ് നേരിട്ട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം. കമ്പ്യൂട്ടറിൽ ഞാൻ സിസ്റ്റത്തിൽ ഒരു ഇമേജ് കണ്ടു. അപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമേജിനെ സെലക്ട് ചെയ്തിട്ട് നേരെ ഡ്രാഗ് ചെയ്യുക. ലെഫ്റ്റ് ക്ലിക്ക് വിടാതെ തന്നെ നേരെ ഡ്രാഗ് ചെയ്തിട്ട് ഫോട്ടോഷോപ്പിൽ ആ ഐക്കണിൽ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആവും. എന്നിട്ട് ആ ക്ലിക്ക് ചെയ്ത് വിടാൻ പാടില്ല. അത് അങ്ങനെ തന്നെ നേരെ കൊണ്ടുപോയിട്ട് ഫോട്ടോഷോപ്പിൻ്റെ സെൻറ്ററിൽ വെച്ച ശേഷം എന്നിട്ട് ക്ലിക്ക് വിടുക. ക്ലിക്ക് വിട്ട് കഴിഞ്ഞാൽ ആ ഡോക്യുമെൻറ്റ് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പഴയ വിൻഡോ കാണാണ്ടായി അല്ലേ, A4 എന്നുള്ളത്. എന്താ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വിൻഡോയും കൂടി ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റില്ല. അതിന് വ്യൂ മോഡ് മാറ്റണം. വ്യൂ മോഡ് പറഞ്ഞു കഴിഞ്ഞാൽ 4 വ്യൂ മോഡ് ഉണ്ട് ഇതിൽ. F എന്നുള്ള കീ അടിച്ച് കഴിഞ്ഞാൽ മാറും. ഇപ്പോൾ നോക്കി, ഒരു F അടിച്ച് കഴിഞ്ഞാൽ ഇതൊരു വ്യൂ മോഡാണ്. ഒന്നും കൂടി അടിച്ചു, ഇത് ബ്ലാക്ക് കളറിൽ, ഇതാണ് ഫുൾ സ്ക്രീൻ മോഡ് പറയും. ഒന്നും കൂടി അടിച്ചു, ഇപ്പോൾ വന്നിട്ട് കാണുന്ന മോഡാണ് സ്റ്റാൻഡേർഡ് മോഡ് പറയും. ഈ ഒരു മോഡിലാണ് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ ഡോക്യുമെൻറ്റും നമുക്ക് ഫോട്ടോഷോപ്പിൽ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇപ്പോൾ വേണ്ട A4ൻ്റെ സെലക്ട് ചെയ്തതിന് ആ ഡോക്യുമെൻറ്റ് തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇപ്പോൾ അതെന്താണ് ഇമേജിൻ്റെ അവിടെ കുറച്ച് ഫെയ്ഡായിട്ടാണ് കാണുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് തെളിഞ്ഞു. അപ്പോൾ എന്തായി, അത് ഫെയ്ഡായി. അപ്പോൾ എന്താ മനസ്സിലാക്കുക, ഇതാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്. ഇതിപ്പോൾ സെലക്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ലെയർ പാനൽ നോക്കി അറിയാൻ പറ്റും. വേണ്ട, ഇപ്പോൾ ലെയർ പാനലിൽ കാണുന്നത് എന്താണ്, ആ ഈഫൽ ടവറിൻ്റെ പിക്ചറാണ്. ഇപ്പോൾ ഞാൻ ഈ ഡോക്യുമെൻറ്റിനെ ക്ലിക്ക് ചെയ്തു. ഇനി ലെയർ പാനൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ എന്താ കാണുന്നത്, വൈറ്റ് കളറാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഡോക്യുമെൻ്റായിട്ട് ബന്ധപ്പെട്ടുള്ള ലെയറാണ് ഇവിടെ കാണുന്നത്. ഇനി ഞാൻ ഈ ഈഫൽ ടവറിൻ്റെ പിക്ചറിനെ ഞാൻ മൂവ് ടൂൾ വെച്ചിട്ട് സെലക്ട് ചെയ്യണം. മൂവ് ടൂളിൻ്റെ പേര് തന്നെ അറിയാം, മൂവ് ചെയ്യാനുള്ള ടൂള്. മൂവ് ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ അങ്ങനെ ക്ലിക്ക് വിടാതെ നേരെ ഡ്രാഗ് ചെയ്യാമെന്ന് പറയും. നേരെ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഡോക്യുമെൻറ്റിൽ നടുക്ക കൊണ്ട് പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ലെയർ പാനൽ ചെക്ക് ചെയ്ത് നോക്കുക. കണ്ട, പഴയ ബാക്ക്ഗ്രൗണ്ട് താഴെയുണ്ട്. അതുകൂടാതെ പുതിയൊരു ലെയർ ക്രിയേറ്റ് ആയി. എങ്ങനെ, ഈ ലെയർ സെപ്പറേറ്റ് ആയി വന്ന്. അപ്പോൾ പുതിയ ലെയർ ആയതിപ്പോൾ ഈ ഒരു ലെയറിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ താഴെ ചെക്ക് ബോക്സ് കാണുന്നുണ്ടല്ലേ, അവിടെ ആക്ച്വലി ഇതാണ് അവസ്ഥ. ആ ലെയറിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ താഴെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഇൻഡിക്കേഷൻ പറയും, അതിനെ ഓഫാക്കി കഴിഞ്ഞാൽ കണ്ട ബാക്ക്ഗ്രൗണ്ട് ഓഫായി. ഇപ്പം കാണുന്നതാണ് ഈ ലെയറിലെ സിറ്റുവേഷൻ. ഇപ്പോൾ ഈ ലെയറിൽ ഈ പിക്ചർ മാത്രമേ ഉള്ളൂ. അതിന് ബാക്ക്ഗ്രൗണ്ട് ഓൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് രണ്ടും ഒരുമിച്ച് കാണുമ്പോൾ എന്താവും, ആ ഈഫൽ ടവറും ആ വൈറ്റും ചേർന്ന് നമുക്ക് ഇവിടുന്ന് ഒരു വശത്ത് കാണുമ്പോൾ നമുക്ക് രണ്ടും ഒന്നായിട്ട് കാണുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന പോലെ തോന്നും. ഇത് ഓഫാക്കുമ്പോൾ എന്താവും, സെപ്പറേറ്റ് ആയിട്ട് കാണും. അതേപോലെ ഈഫൽ ടവറിൻ്റെ അവിടുന്ന് ഓഫായി കഴിഞ്ഞാൽ എന്തായി, ബാക്ക്ഗ്രൗണ്ട് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും മുകളിലെ ലെയർ ആയിരിക്കും നമുക്ക് ആദ്യം കാണുക. അതിൻ്റെ പിന്നിൽ താഴത്താനുള്ള ലെയർ അതിൻ്റെ പിന്നിലായിരിക്കും വരിക. അതാണ് ലെയറിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഞാൻ ചെസ് ബോർഡ് എടുക്കണതിന് പറഞ്ഞുതരാം.